ഹായ് ഗൈസ്, എല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിച്ചില്ലെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം. ഇതുണ്ടാക്കാനായി ഞാൻ 2 നേന്ത്രപ്പഴം എടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ശർക്കര കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ബാറ്റർ ഈ പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ ആട്ടപ്പൊടിയും കുറച്ച് റവയും ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ബോളുകളാക്കി എടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ആവിയിൽ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു പാൻ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് എള്ളിട്ട് അതിനുശേഷം മുന്തിരിയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് ശർക്കരയും ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ശർക്കര ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കേണ്ടതുണ്ട്. ഈ തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബോൾ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ഒരു 4 മണി പലഹാരമാണ് ഇത്. ഇത് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊണ്ടുപോകാനും നമുക്ക് വീട്ടിലുപയോഗിക്കാനും വളരെ ടേസ്റ്റിയായ ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാരെ. അപ്പോൾ see you tomorrow with a new video. Bye.